ഉപവാസത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്നും പ്രതിപാദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനകളെക്കുറിച്ചും കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉപവാസത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഉപവാസം എന്നുള്ളത് വിശ്വാസികൾക്ക് എത്രമാത്രം ആവശ്യമായിരിക്കുന്നു, അത്യാവശ്യമായിരിക്കുന്നു എന്നാണ് ഈ പഠനങ്ങളിൽ കൂടെ എല്ലാം നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വിശ്വാസിക്ക് ഉപവാസം എത്രമാത്രം ആവശ്യമായിരിക്കുന്നു. ഒരു മീനിന് വെള്ളം ആവശ്യമായിരിക്കുന്ന പോലെ, ഒരു പക്ഷിക്ക് അതിന് കൂട് ആവശ്യമായിരിക്കുന്നത് പോലെ, ഒരു വിശ്വാസിക്ക് പ്രാർത്ഥന അത്രമാത്രം അനിവാര്യമാണ്. അപ്പോ നമ്മള് ഇന്ന് പുതിയ നിയമത്തിന്റെ ഫാസ്റ്റിങ്ങിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നുണ്ട്, സമയം അനുവദിക്കുന്നിടത്തോളം. കഴിഞ്ഞ ആഴ്ചയില് ഓൾഡ് ടെസ്റ്റമെന്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചാണ് കൂടുതലും പ്രതിപാദിച്ചതെങ്കിൽ ഇന്ന് പുതിയ നിയമ ഉപവാസത്തെക്കുറിച്ചും പുതിയ നിയമത്തിൽ ഉപവസിച്ചവർ അവർ ഏത് കാര്യത്തിന് വേണ്ടിയാണ് ഉപവസിച്ചതെന്നും കൂടെ നമ്മൾ ഈ പഴയ നിയമം പുതിയ നിയമം കൂടെ കൂട്ടിപ്പഠിക്കുമ്പോൾ കേൾവിക്കാരായ ആളുകൾക്ക് ഒരു വ്യക്തതയും പൂർണ്ണതയും നാം ഉപവസിക്കുന്നത് എന്തിനാണെന്നുള്ള ബോധ്യവും നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാൻ കഴിയും. പഴയ നിയമത്തിന്റെ ഫാസ്റ്റിങ്ങിനെ രണ്ടാമതൊന്നുകൂടെ ആവർത്തിക്കുകയാണ്. ആ ഉപവാസം പീരിയോഡിക് ഫാസ്റ്റ് ആണ് അവർ കൂടുതൽ എടുത്തത്. ഒന്ന്, പീരിയോഡിക് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ആനുകാലിക ഉപവാസങ്ങൾ അവർ ചെയ്തിരുന്നു. ആനുകാലിക ഉപവാസങ്ങൾ എന്ന് പറയുമ്പോൾ മത ചടങ്ങുകളോട് ബന്ധപ്പെട്ട്, ആചാരങ്ങളോട് ബന്ധപ്പെട്ടുള്ള ഉപവാസങ്ങളാണ് അവർ ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ളത്. പിന്നീട് പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങൾ വരുമ്പോൾ അവർ അടിമത്വത്തിലേക്കൊക്കെ പോകുമ്പോഴാണ് മറ്റു ഉപവാസത്തിലേക്ക് അവർ നീങ്ങുന്നത്. എന്നാൽ ന്യായപ്രമാണ കാലഘട്ടങ്ങളിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന ഉപവാസം പീരിയോഡിക് ഫാസ്റ്റിംഗ് ആണ്. അത് പ്രത്യേകിച്ച് ഡേ ഓഫ് അറ്റോൺമെന്റ്, മഹാപാപപരിഹാര ദിവസത്തോട് ബന്ധപ്പെട്ട് അവർക്ക് 4 ഫാസ്റ്റിംഗ് ഉണ്ടായിരുന്നു. കേട്ടെ, 4 ഫാസ്റ്റിംഗ്. 4-ാമത്തെ മാസത്തില്, എബ്രായ മാസങ്ങളുടെ 4-ാമത്തെ മാസത്തില്, പിന്നെ 5-ാമത്തെ മാസത്തില്, 7-ാമത്തെ മാസത്തില്, 10-ാമത്തെ മാസത്തില്, ഇങ്ങനെ 4-ാമത്തെ മാസത്തിലും 5-ാമത്തെ മാസത്തിലും 7-ാമത്തെ മാസത്തിലും 10-ാമത്തെ മാസത്തിലും അവർ ഉപവസിക്കുമായിരുന്നു. അത് ഡേ ഓഫ് അറ്റോൺമെന്റ് അല്ലെങ്കിൽ മഹാപാപപരിഹാര ദിവസത്തോട് ബന്ധപ്പെട്ട ഉപവാസമാണ്. ഇതാണ് 4 ആനുവൽ ഫാസ്റ്റ്. അറിവിലേക്ക് പറയുകയാണ്, 4 ആനുവൽ ഫാസ്റ്റ്. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളും 8-ാം അധ്യായം 19 ബാക്കി ആവർത്തിക്കുന്നു. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലും 8-ാം അധ്യായത്തിന്റെ 19-ാം വാക്യങ്ങളിലും ഒക്കെ, അതുപോലെ തന്നെ എക്സോഡസ്, പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം, ഇവിടെയൊക്കെ ഈ അവരുടെ പീരിയോഡിക് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ആനുവൽ ഫാസ്റ്റിന്റെ ഒരു വിവരണം തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം മതപരമായ ചടങ്ങുകളോട് ബന്ധപ്പെട്ട, ആചാരങ്ങളോട് ബന്ധപ്പെട്ട് പീരിയോഡിക് ഫാസ്റ്റിങ്സ് അവർക്കുണ്ടായിരുന്നു. ആ ഭാഗത്ത് നിന്ന് അടുത്ത് നമുക്ക് വേഗം 2-ാമത്തെ കാര്യത്തിലേക്ക് പോകാം. 2, സ്പെഷ്യൽ നാഷണൽ ഫാസ്റ്റ് അവർക്കുണ്ടായിരുന്നു. സ്പെഷ്യൽ നാഷണൽ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേക ദേശീയ ഉപവാസങ്ങൾ സമയാസമയങ്ങളിൽ അവർ എടുത്തിരുന്നു. ഒരു ഉദാഹരണം, എസ്തറിന്റെ പുസ്തകം 4:16. എസ്തറിന്റെ പുസ്തകം 4:16 ഒരു ദേശീയ ഉപവാസം അവർ പ്രഖ്യാപിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത്, ശൂഷനിലുള്ള എല്ലാ യഹൂദന്മാരും ഒന്നിച്ചുകൂടി 3 ദിവസം ഉപവസിക്കുക. 3 ദിവസം ഉപവസിക്കുന്ന ദേശീയ ഒരു ഉപവാസം നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ദേശീയ ഉപവാസം ഒരു നാഷണൽ ഫാസ്റ്റ് ആണ്. ശൂഷൻ പട്ടണത്തിലുള്ള സകല ആളുകളും, എല്ലാ യഹൂദന്മാരും ഒരു വിപത്തിനെ നേരിൽ കണ്ടിട്ട് ആ പട്ടണം മുഴുവൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതാണ് സ്പെഷ്യൽ നാഷണൽ ഫാസ്റ്റ്. അത് നിനവയിൽ സംഭവിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 3-ാമത്തെ ഉപവാസമാണ് പൊതുദേശീയ ഉപവാസം എന്ന് പറഞ്ഞാൽ പബ്ലിക് നാഷണൽ ഫാസ്റ്റ്, പൊതു ദേശീയ ഉപവാസം. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്?
അത് സംഭവിക്കുന്നത് അവര് പാപം ചെയ്തു എന്ന് ബോധ്യമാകുമ്പോൾ, അല്ലെ, പാപം ചെയ്തു എന്ന് ബോധ്യമാകുമ്പോൾ, തെറ്റ് ചെയ്തു എന്ന് ബോധ്യമാകുമ്പോൾ അവർ ദൈവസന്നിൽ വിലപിക്കുവാനും പാപങ്ങൾ ഏറ്റുപറയുവാനും പശ്ചാത്തപിക്കുവാനും സമയത്തെ വിനിയോഗിച്ചിട്ട് അവർ 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 ദേശീയ ഉപവാസങ്ങൾ അവർ അനുഷ്ഠിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതാണ് മൂന്നാമത്തെ ഉപവാസം. നാലാമത്തെ, അത് ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 1 ശമൂവേൽ 7-ാം അധ്യായം 6-ാം വാക്യം. ശമൂവേൽ പ്രവാചകന്റെ ഒന്നാമത്തെ പുസ്തകം 7-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇസ്രായേൽ ബാൽ വിഗ്രഹങ്ങളിലേക്ക് തിരിയുന്നു. അസ്തോരത്ത് പ്രതിഷ്ഠകളിലേക്ക് അവർ ആശ്രയിക്കുന്നത് ശമൂവേൽ മനസ്സിലാക്കിയപ്പോൾ ശമൂവേൽ എല്ലാ യഹൂദന്മാരെയും ഇസ്രായേൽ മക്കളെയും വിളിച്ചുകൂട്ടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ചു. ആ ദിവസം ഉപവസിച്ചു. ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് അവിടെ വെച്ച് പറഞ്ഞു. മിസ്പ എന്ന് പറയുന്ന സ്ഥലത്ത് ശമൂവേൽ എല്ലാ ഇസ്രായേലിനെയും വിളിച്ചു കൂട്ടി ഒരു ദേശീയ ഉപവാസം പാപം ഏറ്റുപറയുന്നതിന് വേണ്ടി അവർ ചെയ്തിരുന്നു. അതാണ് പൊതു ദേശീയ ഉപവാസമായിട്ട് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നു. നാലാമത് കേട്ടെ, നാലാമതാണ് പ്രാദേശിക ഉപവാസങ്ങൾ, ലോക്കൽ ഫാസ്റ്റുകൾ. പ്രാദേശികമായി അവർ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് കാണാൻ കഴിയും. ശത്രുക്കൾ ആക്രമിക്കുമ്പോൾ, അതുപോലെ തന്നെ അവരെ രോഗങ്ങളാൽ വലയുമ്പോൾ, ഒരു വിടുതൽ ആവശ്യമായിട്ട് വരുമ്പോൾ, ഏതെങ്കിലും കാര്യത്തിൽ അവർക്ക് മറികടക്കേണ്ടതായിട്ട് വരുമ്പോൾ ആലോചന ചോദിക്കുന്ന പ്രക്രിയയോട് ബന്ധപ്പെട്ട് അവർ ഉപവസിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം, ബുക്ക് ഓഫ് ജഡ്ജസ്, ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 26-ാം വാക്യം. ശത്രുക്കൾ അവരുടെ നേരെ വരികയാണ്. അപ്പം ശത്രുക്കളോട് യുദ്ധം ചെയ്യണമോ എന്ന് ദൈവത്തോട് ആലോചന ചോദിക്കുവാൻ അവർ ദൈവസന്നിധിയിൽ ഉപവസിക്കുന്നു. ശമൂവേൽ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകം, 2 ശമൂവേൽ 1-ാം അധ്യായം 12-ാമത്തെ വാക്യം. അവിടെ ഉപവാസം, 1-ാം അധ്യായത്തിൽ ഹന്നായുടെ ഉപവാസം നമ്മൾ കാണുന്നു. ശമൂവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 1 ശമൂവേൽ 31:13, 31:13. ഇവിടെയൊക്കെ ലോക്കൽ ഫാസ്റ്റുകൾ കാണാൻ കഴിയും. പ്രാദേശിക ഉപവാസങ്ങൾ അവർ തന്നെ തീരുമാനിച്ചിട്ട് ദൈവത്തോട് അടുത്ത് ചെല്ലുവാനായിട്ട് അവർ ഉപവസിക്കുന്നു. എന്നിട്ട് ദൈവത്തിങ്കൽ നിന്ന് ആലോചന ചോദിക്കുന്നു. അങ്ങനെയുള്ള ഉപവാസ പ്രാർത്ഥന കാണാൻ കഴിയും. യോനായുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, 3-ാം അധ്യായത്തിന്റെ 5 മുതൽ 9 വരെ ഉള്ള വാക്യങ്ങളിലും അങ്ങനെയുള്ള ഉപവാസം കാണുന്നുണ്ട്. 5-ാമത്തെ ഉപവാസമാണ് പ്രൈവറ്റ് ഫാസ്റ്റ്. പ്രൈവറ്റ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വകാര്യ ഉപവാസങ്ങൾ. അത് സാന്ദർഭികമായി ഒരു പ്രത്യേക വിഷയങ്ങളോട് ബന്ധപ്പെട്ട് അവര് ഉപവസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. മോശ 40 ദിവസം ഉപവസിക്കുന്നു, ഏലീശ ഉപവസിക്കുന്നു, അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തു മരുഭൂമിയിൽ പോയി പ്രാർത്ഥിക്കുന്നു. പഴയ നിയമത്തിലെ ആളുകളെല്ലാം നമ്മൾ കാണുന്ന പ്രാർത്ഥനാ വീരന്മാരാണ്. എല്ലാവരും പ്രാർത്ഥനയും ഉപവാസത്തിലും അവർ ദൈവത്തോട് ചേർന്ന് നിന്നവരാണ്. അവരെല്ലാവരും സ്വകാര്യ ഉപവാസങ്ങൾ ഉള്ളവർ ആയിരുന്നു. ദൈവം ഉപയോഗിച്ച ആളുകളുടെ ചരിത്രം നമ്മൾ വായിച്ചാൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവരെല്ലാം സ്വകാര്യ ഉപവാസങ്ങൾ ഉള്ളവരായിരുന്നു, ദൈവവുമായിട്ട് ബന്ധമുള്ളവരായിരുന്നു. സ്തോത്രം. 6-ാമത്തെ ഉപവാസമാണ് ഒരു നെഗറ്റീവ് ഉപവാസമാണ്, കപട ഉപവാസം. അതും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ കാണുന്നുണ്ട്. കപട ഉപവാസം, ഹിപ്പോക്രാറ്റിക്കൽ ഫാസ്റ്റിംഗ് എന്ന് പറയും. ആ വാക്യം ഒന്ന് വായിക്കാം. സഖറിയ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. സഖറിയ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. അതിന് സിസ്റ്റർ ഒന്ന് വായിച്ചേ. സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് ഈ ദേശത്തിലെ സകല ജനത്തോടും പുരോഹിതന്മാരോടും പറയേണ്ടത്, നിങ്ങൾ ഈ 70 സംവത്സരമായി 5-ാം മാസത്തിലും 7-ാം മാസത്തിലും ഉപവസിച്ച് വിലപിക്കയിൽ നിങ്ങൾ എനിക്ക് വേണ്ടി തന്നെയോ ഉപവസിച്ചത്? എന്താ അവരുടെ ക്വസ്റ്റ്യൻ മാർക്കാ, ഒരു ചോദ്യത്തോടുകൂടെ ആ വാക്യം അവസാനിക്കുക. നിങ്ങൾ എനിക്ക് വേണ്ടി തന്നെയോ ഉപവസിക്കുന്നത്. ഉപവാസത്തിന്റെ അർത്ഥം അതിൻ്റെ അകത്തുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ എനിക്ക് വേണ്ടിയാണോ ഈ ഉപവസിച്ചത്, അതോ
കാണിക്കാൻ വേണ്ടിയാണോ ഉപവസിക്കുന്നതെന്ന് ആ ചോദ്യം, ആ വാക്യം മോള് തൊട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങള് ഈ ആളുകളെ കാണിക്കാൻ വേണ്ടിയാണോ ഫാസ്റ്റ് ചെയ്യുന്നത്? പലപ്പോഴും നമ്മുടെ ചർച്ചിന്റെയൊക്കെ ഫാസ്റ്റിംഗ് പ്രെയർ പലപ്പോഴും അങ്ങനെ ആയി പോകുന്നു സംശയമുണ്ട്. ഈ ആയിട്ട് ഒരു ദൈവദാസൻ സഭയെ ചാർജ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ വിശ്വാസികള് ഈ പാസ്റ്റർ ഫാസ്റ്റ് ചെയ്യാത്ത ഒരാളാണെന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കാതിരിക്കാനൊക്കെ നമ്മൾ ഫാസ്റ്റ് ചെയ്ത് കളയും. അങ്ങനെ ചെയ്യാറുണ്ട്. ഈ അല്ലെങ്കിൽ പ്രാർത്ഥന ഇല്ലാത്തൊരു പാസ്റ്റർ ആണെന്ന് നമ്മളെ കുറിച്ച് കംപ്ലൈന്റ് പറയാതിരിക്കാൻ നമ്മളൊരു ഫാസ്റ്റ് ചെയ്ത് കളയും. പിന്നെ കോമ്പറ്റീഷൻ ഫാസ്റ്റിംഗ് ഉണ്ട്. ഈ മറ്റ് സഭകളെക്കാൾ കൂടുതൽ ഒരു ദിവസം കൂടെ നമ്മൾ കവച്ചു വെച്ച് ഫാസ്റ്റ് ചെയ്ത് കളയും. ആർക്കും മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു, എങ്കിലും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ 3 ദിവസമൊക്കെ ഒരു സഭയെ ഫാസ്റ്റ് ചെയ്താൽ അതൊരു കുറവ് പോലെ നമുക്ക് തോന്നുന്നു. അതിനൊരു 21 ദിവസം ഇരിക്കട്ടെ. ഫാസ്റ്റിങ്ങിന്റെ പർപ്പസ് ആണ് വലുത്. ഫാസ്റ്റിംഗ് നിങ്ങൾ എനിക്ക് വേണ്ടിയോ ഉപവസിച്ചത്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഉപവാസത്തെ വിമർശന ബുദ്ധിയോടുകൂടെ കർത്താവ് സമീപിക്കുകയും ഉപവാസത്തിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ കർത്താവ് പറയുകയും ചെയ്തു. അതാ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഡോണ്ട് ഉപവാസത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട കാര്യങ്ങൾ. 6-ാം അധ്യായം 16-ാം വാക്യം. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. വാക്യം നമുക്ക് പരിചയമുള്ള ഒരു വാക്യമാണ്. കർത്താവായ യേശുക്രിസ്തു ഉപവാസത്തെ കുറിച്ച് പറഞ്ഞു. ഉപവാസത്തെ കുറിച്ച് പറയുമ്പോൾ ഉപവാസത്തിന്റെ അകത്ത് അവോയ്ഡ് ചെയ്യേണ്ട 3 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. നമ്മളെ ക്ലാസ്സിൽ കഴിഞ്ഞ പ്രാവശ്യം കേട്ടതാണ്. അപ്പോൾ നിങ്ങൾ വാടിയ മുഖം കാണിക്കരുത്, കപടഭക്തിക്കാരെ പോലെ ഉപവസിക്കരുത്. അത് റോമൻ പശ്ചാത്തലത്തിലാണ് കർത്താവ് ഇത് പറയുന്നത്. മുഖം വിരൂപമാക്കരുത്. അപ്പോൾ ഒരു ക്യാരക്ടർ, നാടകത്തിലൊക്കെ ഒരു ക്യാരക്ടറിനെ അഭിനയിക്കണമെങ്കിൽ, ഒരു ക്യാരക്ടർ അഭിനയിക്കണമെങ്കിൽ, ഇപ്പോൾ ഒരു ഭിക്ഷക്കാരനെ പോലെ അഭിനയിക്കണമെങ്കിൽ മുഖം മൂടി വെച്ച് അത് അഭിനയിക്കുന്നത്. മുഖം മൂടി വെച്ച് അഭിനയിക്കും. ഇന്നത്തെ കാലത്ത് മമ്മൂട്ടിയോ മോഹൻലാലോ ഒരു ഭിക്ഷക്കാരനെ പോലെ അഭിനയിക്കണമെങ്കിൽ അവർ തന്നെ താൻ അങ്ങനെ അഭിനയിക്കുക. അപ്പം നമുക്കറിയാം ഈ മോഹൻലാൽ ഇത് അഭിനയിക്കുന്നത്. പക്ഷെ പണ്ട് കാലത്ത് അങ്ങനെയല്ല. ഒരു ഭിക്ഷക്കാരന്റെ മുഖം മൂടി ഉണ്ടാക്കും, ഒരു ഭിക്ഷക്കാരന്റെ ആഭരണം ഉണ്ടാക്കും. അങ്ങനെ മുഖം മൂടി ഉണ്ടാക്കി ഒരു ഭിക്ഷക്കാരന്റെ ആഭരണം ധരിച്ചുകൊണ്ട് നാടകത്തിൽ അഭിനയിക്കുക. അങ്ങനെ അതിന് പറയുന്ന പേരാണ് ഹിപ്പോക്രാറ്റ്സ് എന്ന് പറഞ്ഞാൽ കപടഭക്തി. അകത്തൊന്നും പുറത്തു മറ്റൊന്നും, അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ ഉപവസിക്കാൻ പാടില്ല. വാടിയ മുഖം കാണിക്കരുത്, പിന്നെ മുഖം വിരൂപമാക്കരുത്. പ്രതിഫലം കിട്ടിപ്പോയി എന്നുള്ള ചിന്തയിൽ അവർ ഉപവസിക്കുകയാണ്. അപ്പോ പ്രദർശന ബുദ്ധിയോടുകൂടെ അർത്ഥങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഉപവാസം, അതാണ് ഒരു നെഗറ്റീവ് ഫാസ്റ്റിംഗ് നമ്മൾ കാണുന്നത്, കപട ഉപവാസം. എന്നാൽ ഇതിലെല്ലാം മേൽത്തരമായി നിൽക്കുന്ന ഒരു ഉപവാസമാണ് ക്രിസ്ത്യൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. പുതിയ നിയമത്തിന്റെ ഫാസ്റ്റിംഗ്. പഴയ നിയമത്തിൽ ധാരാളം ഫാസ്റ്റിങ്ങുകളുണ്ട്, ധാരാളം ഫാസ്റ്റിംഗ്. ഞാൻ പറഞ്ഞ ഫാസ്റ്റിങ്ങിന്റെ ഒരു പരമ്പര തന്നെയുണ്ട്. അതിന്റെ നോട്ടുകളെല്ലാം തന്നെ എൻ്റെ കയ്യിലുണ്ട്. ആവശ്യമുള്ളവർക്ക് ഞാനത് അയച്ചു തരാം. എന്നിട്ട് അതെല്ലാം പഠിക്കണം. ദാവീദ് എല്ലാ ഫാസ്റ്റിങ്ങിനും മറുപടി കിട്ടിയിട്ടില്ല, എല്ലാ ഉപവാസത്തിനും മറുപടി കിട്ടിയിട്ടില്ല. മറുപടി കിട്ടാത്തതിന്റെ കാരണം അതിനകത്ത് തന്നെ എഴുതിയിട്ടുമുണ്ട്. അതും നമ്മൾ പഠിക്കണം. നമ്മൾ ഉപവസിക്കുമ്പോൾ ആ ഉപവാസത്തിന് എന്തുകൊണ്ട് മറുപടി കിട്ടുന്നില്ല എന്ന് ആ ഫാസ്റ്റിങ്ങിൽ കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ദാവീദ് തൻ്റെ കുട്ടിക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചു, അല്ലെ? തൻ്റെ കുട്ടിക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചു. കേട്ടെ, ശമൂവേൽ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകം 2 ശമൂവേൽ 12-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ആ ഉപവാസത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷെ ആ ഉപവസിക്കാനായിട്ട് തുടങ്ങിയപ്പം തന്നെ പ്രവാചകൻ വന്ന് പറഞ്ഞു, നീ ഫാസ്റ്റ് ചെയ്തിട്ട് വലിയ കാര്യമില്ല, നിന്റെ കുട്ടി മരിച്ചു പോകും എന്ന് പറഞ്ഞു. എന്നിട്ടും ഉപവസിച്ചു. 14-16 എങ്കിലും ഒന്ന് വായിച്ച. എങ്കിലും ഈ പ്രവൃത്തിയിൽ
യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറവാൻ ഹേതു ഉണ്ടാക്കിയത് കൊണ്ട് നിനക്ക് ജനിച്ചിട്ടുള്ള കുഞ്ഞ് മരിച്ചു പോകും എന്ന് പറഞ്ഞു. ഇവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ വ്യക്തമായി പ്രവാചകൻ നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ കൊട്ടാരത്തിൽ വന്നിട്ട് പറയുകയാണ്. അവിടെ അതിന്റെ ആ പാപത്തിന് പറയുന്ന പേര് എബ്രായ ഭാഷയിൽ പറയുന്നത് ഷഖൗ എന്നൊരു പദമാണ്. ഷഖൗ. ഞാൻ താഴെ ചാറ്റിൽ എഴുതാം. ചാറ്റിൽ കണ്ടോ? ഷഖൗ എന്ന് പറഞ്ഞു. ഷഖൗ. ഷഖൗ എന്ന വാക്കിന്റെ അർത്ഥം റോട്ടൺ സിൻ എന്നാണ്. റോട്ടൺ സിൻ എന്നാ ചീഞ്ഞ മുട്ട എന്നൊക്കെ കേട്ടിട്ടില്ലേ? ചീഞ്ഞ മുട്ട എന്ന് പറഞ്ഞാല് റോട്ടൺ സിൻ, ചീഞ്ഞ പാപം. ഏത് പുസ്തകത്തിൽ പറയപ്പെട്ട ഇതുപോലെ ഒരു പാപം ഉണ്ടോന്ന് തോന്നുന്നില്ല. അതുപോലെ റോട്ടൺ സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. എബ്രായ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുമ്പോൾ അവിടെ റോട്ടൺ സിൻ എന്ന് എഴുതിയിരിക്കും. ഇവിടെ ചെറിയൊരു തെറ്റ് ചെയ്തു എന്നുള്ളതല്ല, ഒരു പാപത്തിന്റെ പരമ്പര തന്നെ അവിടെ ഉണ്ട്. ഊരിയാവിന്റെ ഭാര്യയെ കൈക്കലാക്കുന്ന പാപത്തിന്റെ ഒരു പരമ്പരയുണ്ട്. അതിന്റെ ഏറ്റവും അവസാനത്തെ പോയിന്റിലാണ് ഈ കുട്ടി ജനിക്കുന്നത്. അപ്പൊ ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന. എന്നിട്ട് 15-ാമത്തെ വാക്കിൽ എഴുതിയിരിക്കുന്നു, ഊരിയാവിന്റെ ഭാര്യ ദാവീദിനെ പ്രസവിച്ച കുഞ്ഞിനെ യഹോവ ബാധിച്ചു. അതിന് കഠിന രോഗം പിടിച്ചു. ദാവീദ് കുഞ്ഞിനെ വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു. ദാവീദ് ഉപവസിക്കുകയും അകത്ത് കിടന്ന് രാത്രി മുഴുവനും നിലത്ത് കിടക്കുകയും ചെയ്തു. കണ്ടോ? ഇതുപോലെ ദാവീദ് കരഞ്ഞ് നിലത്ത് കിടന്ന് ഉപവസിച്ചു. പക്ഷെ ആ കുട്ടി മരിച്ചുപോയി. ചോദ്യം, ദാവീദ് ഹൃദയപ്രകാരമുള്ള, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നല്ലേ? ഉപവസിച്ചിട്ട് എന്തുകൊണ്ടാണ് ദൈവം അത് കേൾക്കാഞ്ഞത്? മരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് പിന്നെയും പ്രാർത്ഥിച്ചു. ദൈവം മനസ്സ് മാറിയാലോ എന്ന് വിചാരിച്ച ഒരു സാധാരണ മനുഷ്യന്റെ മനോഭാവത്തോടു കൂടെ പ്രാർത്ഥിച്ചു. പക്ഷെ ആ കുട്ടി മരിച്ചുപോയി. ഉത്തരം, ആ കുട്ടി ജീവിച്ചിരുന്നെങ്കിലോ, ആ കുട്ടി ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിലോ, അതാണ് അതിന്റെ ഉത്തരം. ശിഷ്ടകാലം ദാവീദ് തല ഉയർത്തി നടക്കുവാൻ കഴിയുകയില്ലായിരുന്നു. രാജസ്ഥാനം പോലും നഷ്ടപ്പെടുമായിരുന്നു. സമൂഹത്തിൽ അധപ്പതിക്കുമായിരുന്നു. തനിക്ക് ദൈവത്തോട് പിന്നെ ചേർന്ന് നടക്കാൻ കഴിയുകയില്ലായിരുന്നു. സ്തോത്രം. ദാവീദിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തില്ല. കൊടുത്തത് ഇത്തരത്തിലാണ്. അപ്പോ ചില പ്രാർത്ഥനകളുടെ മറുപടി പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രാർത്ഥനയുടെ മറുപടി, നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കണം. ഏതൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ദൈവമക്കൾ പ്രാർത്ഥിക്കണം. പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായം 23-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഏതൊരു കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നതിന് മുൻപ് പ്രാർത്ഥിച്ചു, അല്ലെ? ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നതിന് മുൻപ് ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നത്. തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ദൈവമക്കൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തൊരു പരാജയം സംഭവിക്കുമ്പോഴാണ് പലപ്പോഴും ഉപവസിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴല്ല പ്രാർത്ഥിക്കുന്നത്, ഇറങ്ങി വണ്ടി ഇടിക്കാൻ തുടങ്ങുമ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്. അതുവരെ നമുക്ക് ദൈവത്തെ ആവശ്യമില്ലല്ലോ. കടം മേടിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയില്ല, അതിന് മുമ്പൊന്നും പ്രാർത്ഥിക്കത്തില്ല. EMI അടയ്ക്കാൻ മുടങ്ങുമ്പോൾ പ്രാർത്ഥിക്കും. ഞാനൊരു സഭാ ശുശ്രൂഷയാണ്, അതുകൊണ്ട് എനിക്കറിയാം. ആളുകള് ഈ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ആളുകൾ പ്രാർത്ഥിക്കും. വളരെ കുറച്ചേ പ്രാർത്ഥിക്കാറുള്ളൂ. ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മുടെ ബുദ്ധി നമ്മൾ ഉപയോഗിക്കും. അവിടെ പരാജയം സംഭവിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കും. സ്തോത്രം. അങ്ങനെയല്ല. ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് നാം ദൈവത്തിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും കഴിവുണ്ടെങ്കിൽ ഉപവസിച്ച് ദൈവത്തോട് ആലോചന ചോദിക്കുകയും ചെയ്യണം.
എന്നിട്ട് വേണം നമ്മൾ ആ തീരുമാനവുമായി മുൻപോട്ട് പോകാൻ. അതിൻ്റെ അകത്തൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ, സ്തോത്രം ഉണ്ടെങ്കിൽ മാത്രമേ, ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലും ദൈവത്തോട് ആലോചന ചോദിക്കുന്നവരായിരിക്കണം ദൈവമക്കൾ. സ്തോത്രം. പുതിയ നിയമസഭ ആന്റിയോക്യൻ ചർച്ച് 14-23 വാക്യം, പ്രവൃത്തികൾ പുസ്തകം 14:23. അവർ സഭ തോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിങ്കൽ അവരെ പരമേൽപ്പിക്കുകയും ചെയ്തു. കണ്ടോ? സഭ തോറും മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വിശ്വസിച്ച കർത്താവിങ്കൽ ഈ കാര്യങ്ങളെല്ലാം ഭരമേൽപ്പിക്കുകയും ചെയ്തു. പ്രാർത്ഥനയിൽ നമ്മുടെ കാര്യങ്ങളെ ദൈവത്തിൽ ഭരമേൽപ്പിക്കണം. അതാണ് പുതിയ നിയമസഭയിൽ നമ്മൾ കാണുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്, അല്ലെ? കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നു, 40 ദിവസം ഉപവസിക്കുന്നു. പഴയ നിയമ ഭക്തന്മാരെല്ലാവരും ഉപവസിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. മത്തായി സുവിശേഷം 4-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന് ഈ രണ്ട് സുവിശേഷങ്ങളും എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഒരുപോലെ വായിച്ചെങ്കിലേ അത് കൂട്ടി യോജിപ്പിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് വായിക്കുന്ന ആളുകൾ, പഠിക്കുന്ന ആളുകൾ മത്തായി സുവിശേഷം 4-ാം അധ്യായവും ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം കൂടെ ചേർത്ത് പഠിക്കണം. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ആഫ്റ്റർ ഫാസ്റ്റിംഗ് 40 days and 40 nights he was hungry. അപ്പോൾ അവന് വിശന്നു. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1-2 വാക്യങ്ങളൊന്ന് വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1-2 വാക്യം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. കണ്ടോ? കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉപവാസത്തെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ചില ക്ലാസ്സുകൾക്ക് മുൻപും എന്നോട് ഒരാൾ ചോദിച്ചു, യേശുക്രിസ്തു എന്തിനാ ഉപവസിച്ചത്? കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായിട്ടാണ് വന്നതും മനുഷ്യനായിട്ടാണ് ജീവിച്ചതും മനുഷ്യനായിട്ടാണ് ശുശ്രൂഷിച്ചതും. 2 സ്വഭാവ സവിശേഷതകൾ യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും കർത്താവായ യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വം ഒരു മനുഷ്യനായിട്ടാണ്. അവനും നമ്മെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവൻ ആകൊണ്ട്, അങ്ങനെ എഴുതിയിരിക്കുന്നത്. അവനും നമ്മെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനാണ്. അപ്പൊ ആ ഇന്റിമസി, ദൈവവുമായിട്ടുള്ള അടുപ്പം വ്യക്തമാക്കി തരികയാണ് കർത്താവായ യേശുക്രിസ്തു തന്റെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും. അപ്പൊ വരുവാൻ പോകുന്ന പരീക്ഷയെ അതിജീവിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു ഉപവസിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ 2 പരീക്ഷയെ കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് സൈറ്റനിക് ചലഞ്ച്, അത് തലക്കെട്ടിന് വേണ്ടി എഴുതുക. 2ാമത് യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ചലഞ്ചാണ് റീജിയണൽ ചലഞ്ച്, പ്രാദേശികമായ വെല്ലുവിളി. ഈ 2 വെല്ലുവിളികളെയും സമർത്ഥമായി യേശു നേരിട്ടു. അതിനുവേണ്ടി കർത്താവ് ഉപവസിക്കുകയാണ്. ഈ പരീക്ഷ വരുന്നതിന് മുൻപ് ശുശ്രൂഷയുടെ ആരംഭത്തിൽ കർത്താവ് ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവിനുണ്ടായ സൈറ്റനിക് ചലഞ്ച് അവിടെ എഴുതിയിട്ടുണ്ട്. 3 പരീക്ഷകളാണ് കർത്താവിന് നേരിടേണ്ടി വന്നത്. 1 അപ്പത്തിന്റെ പ്രശ്നം, 2 അധികാരത്തിന്റെ പ്രശ്നം, 3 ആരാധനയുടെ പ്രശ്നം. ഈ 3 പ്രശ്നങ്ങളാണ് യേശുക്രിസ്തുവിന് നേരിടേണ്ടി വന്നത്. അന്നും ഇന്നും എക്കാലത്തും കർത്തൃവേലക്കാരും വിശ്വാസികളും നേരിട്ട് കൊണ്ടിരിക്കുന്ന 3 പ്രശ്നമാണിത്. ഇതിന്റെ ഉറവിടം പിശാചാണെന്ന എൻ്റെ ഇന്നത്തെ വിചാരം, എൻ്റെ ചിന്ത. ഈ പ്രശ്നങ്ങളുടെ ഉറവിടം പിശാച് തന്നെയാണ്. 1 അപ്പത്തിന്റെ പ്രശ്നം, അല്ലേ? എന്ത് തിന്നും എന്തു കുടിക്കും. നമ്മളെല്ലാം ഈ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഓടുന്നത് ഈ പ്രശ്നത്തിന് പരിഹാരം കിട്ടാൻ വേണ്ടിയാണ്. ഒരു ദിവസം ചുട്ടിയെടുത്താൽ നമുക്ക് പേടിയാ, എന്റെ ജോലി പോവുമോ, അല്ലേ? അപ്പത്തിന്റെ പ്രശ്നം ഇന്നും ഒരു പ്രശ്നമാണ്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന നേരത്ത് ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പം ആളുകൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം, എൻ്റെ കുടുംബത്തിലുള്ള ആളുകൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം, എന്ത് തിന്നും? കാരണം
മഹാപട്ടിണിയുള്ള കാലത്താ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നത്. മഹാപട്ടിണിയുള്ള കാലത്ത് പഴവും തിന്ന് പഴത്തിന്റെ തൊലിയും കൂടെ തിന്നുന്ന കാലമാണ് ഈ. അപ്പം 2 രൂപ 65 പൈസയേ ഉള്ളൂ അന്ന് അരിക്ക്. ഇന്നിപ്പോ 50 രൂപയ്ക്ക് മേളില. നരസിംഹറാവു ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് 2 രൂപ 65, എനിക്കാ നല്ല ഓർമ്മയുണ്ട്, 2 രൂപ 65 പൈസ അരിക്ക് വിലയുള്ളൂ. 4 രൂപ, ഡൽഹിയിലുള്ളവർക്കറിയാം, 4 രൂപ കൊടുത്താൽ ഡൽഹി മുഴുവൻ സൗജന്യമായി DTC ബസ്സേ കറങ്ങായിരുന്നു. അല്ലേ സെബാസ്റ്റ്യൻ ചാ ഓർക്കുന്നുണ്ടായിരിക്കും. 4 രൂപ മതി. 4 രൂപ ഉണ്ടെങ്കിൽ ഡൽഹിക്കകത്ത് മുഴുവൻ ഒരു ദിവസം മുഴുവൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു ടിക്കറ്റ് എടുത്താൽ നമുക്ക് യാത്ര ചെയ്യാം. ഒരു ദർജൻ പഴത്തിന് 50 പൈസ വിലയേ ഉള്ളൂ. അല്ലേ? ഒരു ദർജൻ പഴത്തിന്, 12 പഴത്തിന് 50 പൈസ വിലയേ ഉള്ളൂ. എന്നാലും നമുക്കത് ബുദ്ധിമുട്ടായിരുന്നു. അല്ലേ? എന്നാലും അത് ബുദ്ധിമുട്ടായിരുന്നു. സ്തോത്രം. എൻ്റെ ആദ്യത്തെ സ്തോത്ര കാഴ്ച 6 രൂപയാണ്. 6 രൂപയാണ് എനിക്ക് ആദ്യം സ്തോത്ര കാഴ്ച കിട്ടും. 10 രൂപ തികച്ചു പോലും കിട്ടിയില്ല. മുഴുവൻ 50 പൈസയും ഒക്കെ ആയിട്ട് എല്ലാം കൂടെ കിട്ടിയ സ്തോത്ര കാഴ്ച, ആദ്യത്തെ സ്തോത്ര കാഴ്ച 6 രൂപയാണ്. ഇപ്പോൾ വാടക കൊടുക്കണോ, ഭക്ഷണം കഴിക്കണോ, സോപ്പ് മേടിക്കണോ, എണ്ണ വാങ്ങണോ, ഈ 6 രൂപയും വെച്ചുകൊണ്ടാണ് നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നത്. മീറ്റിന് എന്താ വിലയുണ്ട് ബോസ്? അന്ന് എന്താ വെച്ചാ മീറ്റിന് എന്താ വിലയുണ്ട്? ഇറച്ചിക്ക് എന്താ വിലയുണ്ടെന്ന്? മട്ടനും ബീഫിനും ഒക്കെ അതെ 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 എന്താ വിലയുണ്ടെന്ന്? അതിലൂടെ 10 രൂപ അടച്ചാ. അതെ, വളരെ ദുരിതമുള്ള കാലം. ഈ കരണ്ട് എന്ന് പറയുന്നത് കാണാനില്ല. വല്ലപ്പോഴും അത്യാവശ്യമായിട്ട് വല്ലപ്പോഴും വരുന്ന ഒരു സംവിധാനമായിരുന്നു കരണ്ട്. അന്ന് ഫാനൊന്നും ഉപയോഗിച്ചിട്ടേ ഇല്ല. ഫാനൊന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ പാസ്റ്റർ KT തോമസ് എനിക്കൊരു ഫാൻ തരുമ്പോൾ ഈ ഹോസ്പിറ്റലൊക്കെ കെട്ടിത്തൂക്കിയിടുന്ന 50 കിലോ വെയിറ്റ് ഉള്ള ഫാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹെലികോപ്റ്റർ പോലത്തെ വലിയ ഫാനില്ല, ഭയങ്കര ഫാന്. പക്ഷെ KT തോമസ് എനിക്കൊരു ഫാൻ തന്നു. അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചുമന്ന് ഈ ചത്തയിൽ തൂക്കി ഇട്ടിട്ട് അത് ഓൺ ചെയ്തപ്പം നമ്മുടെ കഴുത്ത് കണ്ടിച്ചു പോകും. അത്രയും താന്നാണ് നിൽക്കുന്നത്. അത്രമാത്രം ഇങ്ങനെ താന്ന് കിടക്കുന്ന ഒരു ഫാന്. പിന്നെ അത് ഊരി മാറ്റേണ്ടി വന്നു. കാരണം അതിന്റെ കമ്പിയൊക്കെ ചെറുതാക്കാനുള്ള സംവിധാനം വന്നില്ല. പിന്നെയും കരണ്ടില്ലാതെ 4 വർഷം ഒരു മുറി താമസം. അപ്പത്തിന്റെ പ്രശ്നം. നമ്മുടെ മുൻപില് ഭക്ഷണം ഒരു വലിയ ചോദ്യമാണ്. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ഒരു കാലം ദൈവം അനുവദിച്ചാലും അത് എല്ലാ കാലവും നീണ്ടുപോകുമെന്ന് വിചാരിക്കരുത്. ഒരു കാലം ദൈവം അനുവദിക്കും, പക്ഷെ അത് എല്ലാ കാലവും നീണ്ടു നിൽക്കുന്നതല്ല ഒരു പരീക്ഷയും. രണ്ടാമത് അധികാരത്തിന്റെ പ്രശ്നം. നീയാണോ വലുത്, ഞാനാണോ വലുത്? വീണെന്നെ നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാം. അധികാരത്തിന്റെ പ്രശ്നം. 3 ആരാധനയുടെ പ്രശ്നം. ആരെ ആരാധിക്കണം? നിന്റെ ദൈവമായ യഹോവയെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുതെന്ന് വേദപുസ്തകം പറയുമ്പോൾ നാം ആരാധനയ്ക്ക് മറ്റ് ചിലതിലേക്ക് തിരിഞ്ഞു പോകാൻ പിശാച് നമ്മളെ പ്രേരിപ്പിക്കും. അപ്പൊ 3 പരീക്ഷകളാണ് പിശാച് കൊണ്ടുവരുന്നത്. ഒന്ന് പറഞ്ഞേ. അപ്പത്തിന്റെ പ്രശ്നം, അധികാരത്തിന്റെ പ്രശ്നം, ആരാധനയുടെ പ്രശ്നം. സ്തോത്രം. ഇത് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷെ വ്യതിചലിക്കരുത്. സ്തോത്രം. ഇതിന് പരിഹാരം തരുന്നത് ദൈവമാണ്. കർത്താവ് ഉപവസിച്ച് സൈറ്റനിക് ചലഞ്ചിനെ നേരിട്ടു. രണ്ടാമത് റീജിയണൽ ചലഞ്ച് ഉണ്ടായി. ലൂക്കോസ് സുവിശേഷത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അത് പിന്നീട് നിങ്ങൾ 4-ാം അധ്യായം വായിക്കണം. പിന്നീട് ഞാൻ ആ റെഫറൻസിലേക്ക് പോകുന്നില്ല, സമയക്കുറവ് മൂലം. അവിടെ 4 പ്രദേശങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് യോർദാൻ. 4:1 തോന്നുന്നു. യോർദാൻ, അതാണ് ആദ്യത്തെ സ്ഥലം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. 4-ാം അധ്യായം 1-ാം വാക്യം. യോർദാൻ 16. നസറത്ത്. അവൻ വളർന്ന നസ്രത്തിൽ വന്നു. അതെ, നസറത്ത് 4:14.
അതിനാൽ യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. 4:31. അനന്തരം അവൻ അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കവർന്നഹൂമിൽ ചെന്ന ശബ്ബത്തിൽ 4 സ്ഥലങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് 4ഉം കർത്താവായ യേശുക്രിസ്തു നേരിട്ട ശുശ്രൂഷയിൽ അനുഭവിച്ച നേരിട്ട പ്രശ്നങ്ങളുണ്ടായ സ്ഥലങ്ങളാണ്. ഏതൊക്കെയാ അണ്ടർലൈൻ ചെയ്തിട്ട്? 1 യോർദാൻ, യോർദാൻ, 2 ഗലീല, ഗലീല, നസ്രത്ത്, നസ്രത്ത്, 4 കഫർന്നഹൂം. ഇതാണ് റീജിയണൽ ചലഞ്ചസ്. ഇനി ആ ഓരോ ഭാഗങ്ങളും ആ പേരിനോട് ബന്ധപ്പെട്ട സ്ഥലപ്പേരുകളോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ സംഭവിച്ചത് വേദപുസ്തകത്തിൽ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഹോംവർക്ക് തരുക. അടുത്ത പ്രാവശ്യം അത് ഞാൻ ചോദിക്കും, ഉത്തരം പറയണം. നല്ല നേരായി. സ്തോത്രം. പാസ് ഉദ്ദേശിച്ച എങ്ങനെയാ? എന്തോ ഹോംവർക്ക് എന്നെ ഉദ്ദേശിച്ച് ഈ 4 സ്ഥലങ്ങളിൽ കർത്താവ് നേരിട്ട വെല്ലുവിളികൾ വേദപുസ്തകത്തിൽ പഠിക്കണം. അപ്പൊ ഞാൻ ചോദിക്കുമ്പോ ഒരു ഉത്തരം പറയണോന്നാ പറഞ്ഞേ. ഓക്കെ, 4 സ്ഥലങ്ങളിൽ യേശു ക്രിസ്തു നേരിട്ട മിനിസ്ട്രിയിൽ ഉണ്ടായ വെല്ലുവിളികൾ, യോർദാനിൽ നേരിട്ട വെല്ലുവിളികൾ അല്ലെ? ഈ വെല്ലുവിളികളെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ അതിജീവിക്കുവാൻ മുന്നമേ ഉപവസിച്ച് പ്രാർത്ഥിച്ചൊരുക്കുന്ന ഒരു യേശുവിനെയാണ് നമ്മൾ കാണുന്നത്. സ്തോത്രം. യോർദാനിൽ ഒരു വലിയ വെല്ലുവിളിയെ കർത്താവ് നേരിടുന്നു. ശുശ്രൂഷ, തന്റെ ശുശ്രൂഷയുടെ അടിവാരം തോണ്ടുന്ന പ്രശ്നങ്ങളാണ് നസ്രത്തിൽ തനിക്ക് നേരിടേണ്ടി വന്നത്. അതുപോലെ തന്നെ കഫർന്നഹൂമിൽ ഒരു വലിയ ഇൻസൾട്ട് നേരിടേണ്ടി വന്നു അല്ലെ? 4:23 എഴുതിയിട്ടുണ്ട്. ഞാൻ തന്നെ റെഫറൻസ് അങ്ങ് പറഞ്ഞു പോവാ. ആ പോട്ടെ. 4:23 കഫർന്നഹൂമിൽ ഒരു വലിയ ഇൻസൾട്ട് നേരിട്ടു. 4:23 വായിച്ചേ. അവൻ അവരോട് വൈദ്യ നിന്നെ തന്നെ സൗഖ്യമാക്കുക എന്നുള്ള പഴഞ്ചൊല്ലും കഫർന്നഹൂമിൽ ഉണ്ടായി കേട്ടത് എല്ലാം കണ്ടോ. കഫർന്നഹൂമിൽ വന്നപ്പോൾ കർത്താവിന് നേരെ ഉണ്ടായ ഒരു ഇൻസൾട്ട്, വൈദ്യ നിന്നെ തന്നെ സൗഖ്യമാക്കുക എന്നുള്ളൊരു പഴഞ്ചൊല്ല് പറഞ്ഞിട്ട് യേശു ക്രിസ്തുവിനെ പരസ്യമായി ആക്ഷേപിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഇൻസൾട്ട് ഉണ്ടാവും കർത്താവിന്റെ വേലയിൽ. അതാണ് ഒരു റീജിയണൽ ചലഞ്ച്. സ്തോത്രം. കഫർന്നഹൂമിൽ ഉണ്ടായ ഒരു വെല്ലുവിളിയാണ്. നസ്രയത്തിലുണ്ടായ വെല്ലുവിളി 4:28 എഴുതിയിട്ടുണ്ട്. 4:28 നസ്രയത്തിലുണ്ടായ വെല്ലുവിളി, പള്ളിയിലുള്ളവർ കർത്താവ് എഴുന്നേറ്റ് നിന്നിട്ട് പ്രസംഗിക്കുക. മോസസ് പെഡസ്റ്റലിൽ കർത്താവ് എഴുന്നേറ്റ് നിന്നിട്ട് യെശയ്യാപ്രവാചകന്റെ പുസ്തകം, അത് സ്ക്രോളുകളാണ്, അത് വിടർത്തി യേശുക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ ഇരിക്കുന്ന ഭാഗം യേശു വായിക്കുകയാണ്. വായിച്ചതിന് ശേഷം അത് മടക്കി ശുശ്രൂഷകന്മാർക്ക് കൊടുത്തിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇത് കേട്ടിട്ട് വായിച്ചേ. പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റു. അവനെ പട്ടണത്തിന് പുറത്താക്കി അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു. അവനോ അവരുടെ നടുവിൽ കൂടി കടന്നുപോയി. കണ്ടോ, ഇതാണ് നസ്രയത്തിൽ നേരിട്ട വെല്ലുവിളി. അവിടെ തന്റെ പട്ടണമാണ്, താൻ ജനിച്ചു വളർന്ന പട്ടണമാണ്. അവിടെ ഒരു പ്രവാചകനും ബഹുമാനം കിട്ടുകയില്ല എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന് ബഹുമാനം കിട്ടിയില്ല എന്ന് മാത്രമല്ല, തന്നെ അപായപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ്. സ്തോത്രം. ഇത് കേട്ടിട്ട് എല്ലാവരും ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞ് നല്ല എഴുതിയിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു വചനം വായിച്ചോ. നമുക്കെല്ലാവർക്കും നമ്മുടെ പട്ടണത്തിൽ ഒരു സ്ഥാനമില്ലേ? നമ്മുടെ മദർ ചർച്ചിൽ ചെന്നാൽ നമുക്കൊരു സ്ഥാനമില്ലേ? ഉണ്ടോ? ഉണ്ട്. യോർദാനിൽ വെല്ലുവിളിയുണ്ട്, ഗലീലയിൽ വെല്ലുവിളികളുണ്ട്, നസ്രയത്തിൽ അപമാനമുണ്ട്, കഫർന്നഹൂമിൽ തിരസ്കരണമുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനെ തല കീഴായി തള്ളിയിടുവാൻ പരിശ്രമിച്ചു, അവനോ മറഞ്ഞ് ദേവാലയം വിട്ടുപോയി എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ റീജിയണൽ ചലഞ്ചസ് കർത്താവിന്റെ വേലയിൽ ഉണ്ടാകും. പ്രാദേശികമായ ചലഞ്ചസ് ഉണ്ടാകും. നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് വെല്ലുവിളികൾ ഉണ്ടാകും. നമ്മുടെ കൂടപ്പറപ്പുകളിൽ നിന്ന്, കുടുംബസ്ഥരിൽ നിന്ന്, നമ്മുടെ സ്വഭവനത്തിൽ നിന്ന് നമുക്ക് എതിർപ്പുകൾ ഉണ്ടാകും. എങ്ങനെ അതിജീവിക്കും?
പ്രാർത്ഥനയാലും ഉപവാസത്താലും അതിജീവിക്കണം. പ്രാർത്ഥനയാലും ഉപവാസത്താലും ഉപജീവിക്കണം. എപ്പോൾ? അത് വന്നു കഴിഞ്ഞിട്ടല്ല, വരുന്നതിന് മുൻപേ ദൈവജനം ഉപവസിച്ച് തയ്യാറായിരിക്കണം. അതാണ് കർത്താവ് ചെയ്തത്. അപ്പൊ ഇന്ന് പകൽ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, നമുക്ക് മുൻപിൽ വരുന്ന എല്ലാ വെല്ലുവിളികളെയും പ്രാർത്ഥിച്ച് സധൈര്യം നേരിടുവാൻ ആത്മാവിൽ നമ്മൾ ഒരുങ്ങണം. സ്തോത്രം. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് അല്പസമയം പ്രാർത്ഥനയ്ക്കായി ചില മിനിറ്റുകൾ